എന്താ ആരും ഒരു തീരുമാനം പറയാത്ത? സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമെന്നാ വയ്പ്. മനസ്സിലായില്ലേ? ദേവിക ചേച്ചിയുടെ സിദ്ധുവേട്ടന്റെ കല്യാണത്തിനെ കുറിച്ച് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേണ്ട പെണ്ണ് ചോദിച്ചു പോവാൻ. നാട്ടു നടപ്പൊക്കെ അതേപടി ചെയ്യണം. നാളെ ആരും ഒരു കുറ്റവും പറയാൻ ഇട വരുത്തരുത്. സമയമുണ്ടല്ലോ, വേണ്ടതുപോലെ ആലോചിച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് സമയമുണ്ട്, എനിക്കില്ലല്ലോ. അല്ല, മോളെവിടെ പോകാൻ പോന്നു? അതൊക്കെയുണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. അതധികം നീളാൻ പാടില്ല. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ മോളെ? ഉണ്ടല്ലോ, അത് തുടങ്ങി വെക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം ഇവിടുന്ന് പെണ്ണ് ചോദിച്ചു പോണം. പിന്നെ അവരിങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വീട് കാണാൻ പോണം. ജാതകം കൈമാറി തീയതി കുറിക്കണം. നിശ്ചയം നടത്തണം. അങ്ങനെ എന്തൊക്കെ ചടങ്ങുകൾ കിടക്കുന്നു. എല്ലാത്തിനും നിങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? ഈ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ട്. ഞാൻ ആഗ്രഹിച്ച ആളാ സിദ്ധുവേട്ടൻ. ആ സിദ്ധുവേട്ടൻ മറ്റൊരാളുടേതായി മാറുന്നത് എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം. ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഒരുമിച്ചിരിക്കുന്ന സിദ്ധുവേട്ടന്റെയും ദേവിക ചേച്ചിയുടെയും ചിത്രം അതായിരിക്കണം എന്റെ മനസ്സിൽ. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഞാൻ പോകുന്നത്. ആ പോക്കില് സിദ്ധോട്ടൻ ഒരിക്കലും ഒരു സങ്കടമായിട്ട് എന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. മോളെ ഞങ്ങൾ എങ്ങോട്ടും വിടുന്നില്ല. അപ്പോഴോ? ആരുടെ സമ്മതം ഇല്ലാതെയല്ലേ പ്രേമിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന്. ഇവിടുന്ന് പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാറില്ലല്ലോ ചേച്ചിയമ്മ. ഈ കല്യാണം ഉടനെ നടക്കണം. എനിക്ക് വേണ്ടി നിങ്ങളത് നടത്തിത്തരണം. നീ എന്താടാ സിദ്ധു ഒന്നും മിണ്ടാത്തത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ നിനക്ക് എന്താടോ ഒന്ന് മൂളിയാലേ? നീ മറുപടി ഒന്നും പറയാതിരുന്നപ്പോ ചന്ദ്രമുഖ് എന്ത് വിഷമായി കാണുമെന്നറിയോ? അതാ അവൾ അങ്ങ് പെട്ടെന്ന് പോയത്. എല്ലാം ശരിയാണ് പ്രേമി, നീ പറയുന്നത് ശരിയാണ്. സിദ്ധു അളിയൻ പറയാതെ പറയുന്നതും ശരിയാണ്. പക്ഷേ ഒന്നിനും ഒരു തിടുക്കവും വേണ്ട. അത് നല്ലതിനല്ല. തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി.